ഹലോ ഗായ്സ്, എല്ലാവരും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടിയാണോ ഇത്? പുതിയ വണ്ടിയോ, സെറ്റപ്പാണ്. ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്യാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്പർ പ്ലേറ്റ് അയച്ചാലും ഈ വണ്ടി നമ്മളെ സിറ്റിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇതിനാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളൊക്കെ ഈ സിറ്റിയിലുള്ള വണ്ടി നമ്മൾ ഒരു ഇന്നോവ മാത്രം നമുക്ക് ബാക്കി ഇട്ടിട്ടുണ്ട്. ഇതെപ്പോൾ വന്നാലും നമുക്ക് ഒരു വണ്ടി വേണ്ടേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇനി മുതൽ ഈ സിറ്റിയിലോട്ട് വരും. ഈ ടാർസൺ ഇമ്പോർട്ട് ചെയ്യാൻ തന്നെ, ഇത് ഇമ്പോർട്ട് ചെയ്യാനും അല്ല കുറേ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ സിറ്റിയിലോട്ട് വരും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്രിസ്റ്റ മാത്രം അവിടെ വിൽക്കാതെ ഇട്ടിട്ടുണ്ട്. എല്ലാം വണ്ടി വിറ്റിട്ടുണ്ട് നമ്മൾ. ചിന്തളിയ സ്ക്രാച്ചായി കഴിവില്ല. നമ്മൾ ബെന്നിയല്ലേ നമ്മുടെ അടുത്തിരിക്കണം. മൊത്തം സ്ക്രാച്ച് ആയിക്കൊണ്ടോ. ബെന്നിക്ക് നല്ലൊരു പണി കൊടുക്കുക. ബന്നി ഷാറുമിൽ മൊത്തം വണ്ടിയൊക്കെ വിറ്റിട്ടിരിക്കുകയാണ്. അവൻ്റെ ഒരു പൈസ ഇല്ല. അല്ല വെളുത്തി പോയി പൈസ. ഇതൊരു ഗ്ലിച്ച്. ഇന്ത്യൻ ബസ് ട്രെയിൻ ത്രെഡിയിലെ ഗ്ലിച്ചുകളെ. നമുക്ക് തിരിച്ച് ഈ വഴി എടുക്കാം. ഹുക്കും ടൈഗർ കാ ഹുക്കും. ആക്സിഡൻറ്റ്. ഈ ടാർസൺ എടുക്കാത്ത സ്പീഡാണ്. എന്താ വണ്ടി പറഞ്ഞു കുഴപ്പമില്ല. നമ്മൾ വർക്ക്ഷോപ്പിൽ പൈസ നമ്മൾ പറപ്പിച്ചെടുക്കുന്നുണ്ട്. നേരെ എൻ്റെ പുതിയ സിറ്റി എത്തിയിട്ട് കാണാം കേട്ടോ. പുതിയ സിറ്റിയല്ല, നമ്മളെ സിറ്റി എത്തിയിട്ട് കാണാം. ഞാൻ ജനിച്ച് വളർന്ന സിറ്റി. അപ്പോൾ അത് നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പോൾ തന്നെ വേഗം പറഞ്ഞു. നമ്മളെ ടാർസനിലൂടെ കിടപ്പുണ്ട്. ബെന്നി പറഞ്ഞ് ഇവിടുത്തെ മൊത്തം ഷോറൂമിലെ വണ്ടി വിറ്റ് തീർത്തുന്നതാണ് കേസ്. ബെന്നിയുടെ ഒരു കഴിവുകളെ അടിച്ചേൽപ്പിച്ച് എല്ലാവരും തരും. ചുമയാണ് കേസ്. ഇതുണ്ട്, ഇതാണ് നമ്മളെ ZX10R പുതിയ വണ്ടിയാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ വന്ന് അപ്പം തന്നെ നമ്മളെ ബെന്നിയുടെ അടുത്ത് പോയി അപ്പം തന്നെ എടുത്ത്. ഇന്നലെ നിങ്ങൾ വിചാരിച്ചിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്നലെ നമ്മൾ വരുന്നതിന് മുമ്പേ നമ്മൾ ബെന്നിയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മളെ ബെന്നിയടുത്തൊരു പുതു സൂപ്പർ പിക്കോട്ടേക്ക് നിഞ്ചയുടെ ZX10R. നിഞ്ചയുടെ ZX10R. നമ്മളെ KTM നമ്മളെ 2 വണ്ടി 3 ബൈക്കാണ് നമുക്ക്. കാർസൊന്നും ഇത്ര ഇല്ല. ഈ ടാർസ് നമുക്ക് പേഴ്സണൽ വെഹിക്കിളാക്കി എടുക്കാം വേണമെങ്കിൽ. വിറ്റാൽ നല്ല പൈസ കിട്ടും. നമ്പർ പ്ലേറ്റൊക്കെ മാറ്റി നമ്മളെ സിറ്റിയിൽ വന്നതിന് ശേഷം. ഈ സിറ്റിയിൽ അങ്ങനെ നമ്പരൊന്നും ലൈക്ക് സബ് കിട്ടേണ്ടതാ. നാട്ടുകാർ നമ്മളെ വണ്ടിയിലൊന്നും നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ. അവൻ്റെ വണ്ടി മാത്രം നമ്പർ പ്ലേറ്റ് ഇരിക്കണമെന്ന് നമ്പർ പ്ലേറ്റ് ചവിട്ടി പൊട്ടിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സിറ്റിയിലുള്ള ഒരു സ്വഭാവം തന്നെ. അതൊന്നും നമ്മൾ നൈസായിട്ട് റിസ്ക് എടുത്തില്ല. ബെന്നി പറഞ്ഞിരുന്നോ, ബെന്നി ഇപ്പോൾ ചായ കുടിക്കാൻ പോയി വീട്ടിൽ. ചോറ് കഴിക്കാൻ പോയി. ഉച്ചയായി എണീറ്റപ്പോൾ. നമ്മളെ ഷോറൂം ഒന്ന് കാണാൻ പോവുകയാണ്. ഒരു വണ്ടി ഇല്ലാതെ ഞാൻ ഇതുവരെ എൻ്റെ ഷോറൂം കണ്ടിട്ടില്ല. 2 വണ്ടിയെങ്കിലും കാണും സാധാരണ. ഇന്ന് ഒരു വണ്ടി ഇല്ലെന്നാണ് ബെന്നി പറഞ്ഞേക്കണം. ഒരു വണ്ടി അങ്ങനെ ബെന്നി ഇല്ലാതെ വയ്ക്കും. എനിക്കൊരു ഡൗട്ടാണ്. ബെന്നിയാണ് ഒരു വണ്ടിയെങ്കിലും ഇല്ലാതെ ബെന്നി വെച്ചേക്കും. ബെന്നിക്ക് ഇത്രയും കഴിവുണ്ടാവുക കച്ചവടത്തി. നമുക്ക് ഈ ഷോറൂമൊക്കെ ബെന്നിയുടെ പേര് എഴുതി വെച്ചാൽ വേണ്ട, റിസ്ക് ആവും. ഇവിടെ എത്തിയിട്ടുണ്ട്. ഷെടാ ഇതെന്തരാണ് അവൻ ബാക്കിലൊക്കെ കൊണ്ടിട്ടാനുള്ള വണ്ടി. ബാക്കിലോട്ട് പോയി നോക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. നമ്മൾ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബെന്നി കൊട്ടേൻ അവിടെ നിന്ന് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. എന്തൊരു മഞ്ഞ പെയിൻറ്റ് കൊണ്ട് നീലയും കണ്ടായിരുന്നു. അതുകൊണ്ട് പോയി നോക്കട്ടെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോവാം. ബെന്നിക്കുട്ടൻ ഷോറൂമിൻ്റെ ഒരു സൈഡ് മൊത്തം പെയിൻ്റ് അടിച്ച് വെച്ചെന്ന് പറയും. മൊത്തം മഞ്ഞേ ഇരിക്കുമല്ലേ. ഇതേപോലെ ഇവിടെ കണ്ട കറുപ്പും ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കറുപ്പ് നമ്മളെ ചില്ലിൻ്റെ കളറായിരുന്നു. പിന്നെ ബെന്നിക്കുട്ടൻ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കണേണ്. ബെന്നിക്കുട്ടൻ്റെ ഒരു കഴിവുകളേ. എന്ന് ഇറങ്ങി നോക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് ഇറങ്ങുക. പൈസ ഇതാ നോക്ക്. ഇവന്താ റെയിൻബോ പണി വെച്ചാണ്. നല്ല രസമുണ്ട്. അവളെ പാവം ബെന്നിക്കുട്ടൻ.
അവൻ്റെ കഴിവ് മൊത്തം എടുത്ത് അവൻ അതിൻ്റെ മറ്റേ ഏടിയിട്ട് കയറി ചെയ്തത്. ഇവിടെയും നമ്മൾ റോബോട്ട് ഉണ്ട് കേസ്. ടാർസൻ്റെ അകത്ത് അപ്പം നമ്മൾ റോബോട്ടിൻ്റെ പഠിക്കാം. റോബോട്ടെ പറഞ്ഞു കൊണ്ടുവരാ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഗൈസ്. എടാ റോബോട്ട് പറഞ്ഞു ഗൈസ്. ഞാൻ നേരെയുള്ള പറപ്പിച്ച് തന്നെ എടുക്കുന്നുണ്ട്. ഒന്നോ എടാ 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 ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്ടാ. ബെന്നിൻ്റെ വീട് എത്താറേ. ഇനിയിപ്പോൾ കഴിപ്പില്ല. അപ്പോൾ ബെന്നിക്കുട്ട ശരിയാക്കിയിട്ടുള്ളൂ വണ്ടി. ബെന്നിക്കുട്ടൻ ഇങ്ങനെ ജോലി കിടക്കുമ്പോൾ ഒരു മനസ്സുഖം. ബെന്നിക്കുട്ടാ എടാ ഈ വണ്ടി ഒന്ന് ശരിയാക്കി ഇടുക. എന്തോ നീ ചോറ് കഴിക്കാനോ സമ്മതിക്കൂലടാ വീട്ടിൻ്റെ അകത്തിരുന്ന്. നീ ചോറ് കഴിച്ചിട്ട് മതിയടാ, കുഴപ്പമൊന്നുമില്ല. ധൃതിയില്ല, നീ സമയം കിട്ടുമ്പോൾ ചെയ്തിട്ടാണ് മതി. എന്നിട്ട് ഇടാ വെളിയിലെന്തോ കോണീസൊക്കെ കിടപ്പുണ്ട്, നീ അതെടുത്തോണ്ട് പൊക്കോ. അത് ബെന്നിയുടെ കോണീസെങ്കിൻ്റെ ലുക്ക് നോക്ക് നിങ്ങൾ. ബ്ലൂ കളർ മരണവാസ് ബെന്നി. ബെന്നിയുടെ സ്വന്തം വണ്ടിയാണിത്. എന്നാണ് ബെന്നിയുടെ വണ്ടി. ബെന്നിയുടെ വീടും ബ്ലൂ. ബെന്നിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. ടാർസൺ നമ്മളൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ അടിക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അവൻ ബ്ലാക്ക് അടിച്ചോളും. ടാർസൺ നമ്മളെ സ്വന്തം പേഴ്സണൽ വെഹിക്കിളാണ്. വേണമെങ്കിൽ നമുക്ക് ആ സിറ്റി പോയി 2-3 വെച്ച് എല്ലാ ദിവസവും ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപിടിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. സിറ്റി പോയി നമ്മളാ സിറ്റി ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സിറ്റി ഒരു വണ്ടിയും നമുക്ക് പേഴ്സണലായിട്ട് വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ടാർസൺ എടുത്തു. സിറ്റിയിൽ വെറുതെ എന്തായാലും ഞാൻ ട്രിപ്പ് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു കാറും കിട്ടിയതിൻ്റെ കൂടെ. അപ്പോൾ ഇനി നമ്മൾ പോകില്ല കേസ്. ഇനി നമ്മൾ വേറെ ആൾക്കാരെ പറഞ്ഞു വിടുകയുള്ളൂ കടയിലുള്ള. നമ്മളതൊക്കെ എപ്പോഴും പോകില്ല. ബെന്നിയുടെ വണ്ടി പണി മാതിരിയല്ലേ. ബമ്പർ ബെന്നിയുടെ വണ്ടീൻ്റെ മെമ്പറ് ന്യൂസാണല്ലോ ബെന്നിക്ക് സ്വന്തം വണ്ടീൻ്റെ മെമ്പറെ ശരിയാക്കാനുള്ള പൈസ വേണ്ട. ബെന്നിന് സ്വന്തമായിട്ട് ചെയ്താൽ പോരെ. ബെന്നിയൊരു മെക്കാനിക്കാണല്ലോ. ബെന്നിയുടെ വണ്ടീൻ്റെ എക്സോസ്റ്റ് ഇല്ലാത്ത വണ്ടി നമ്മളെ ബെന്നിയുടെ ഷാപ്പിൻ്റെ മുമ്പിൽ തന്നെ നടക്കട്ടെ. നമുക്ക് വല്ല ലിഫ്റ്റാ വാങ്ങിക്കാം. ഒക്കെ പിള്ളേരെ വല്ലതും വിളിച്ച് പറഞ്ഞ് നമ്മളെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുതരും. സോറി ഗൈസ്, അത് നമ്മളെ സൗണ്ടിൻ്റെ ഒരു വിഷയം. ഈ വണ്ടി ഉണ്ടായത് ഇതാണ് നമ്മളെ പയ്യന്മാരെ വിളിച്ച് അവന്മാരൊക്കെ ലെജൻഡറി കൊണ്ടുവരും. അവന്മാരെ പൊട്ടി സാധാരണ ഫോർട്ട് കൊണ്ടിട്ടു. വാട്ട് ഇത് പെവർ വണ്ടി എന്ന് കൊള്ളാം ഓടിക്കാൻ. വണ്ടിയിലൊട്ടും പെട്രോൾ. ഞന്മാർ പെട്രോൾ ഇല്ലാത്ത വണ്ടി നോക്കി എനിക്ക് എടുത്തോണ്ട് വന്ന. ഞാൻ പറപ്പിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു ഡിഷൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു പാട്ടായിരുന്നു പാടാൻ ഉദ്ദേശിച്ചത്. ആ പാടിൻ്റെ താളമൊന്നും കിട്ടും ഗൈസ്. പറപ്പിച്ചെടുക്കിട്ടിട്ട് നമ്മൾ നല്ല ഓവർടേക്കൊക്കെ ചെയ്താണ് പോണത് ഗൈസ്. ഇനി പെട്രോൾ അടിച്ചിട്ടാണോ? പെട്രോൾ അടിയിൽ നമ്മളെ നിൽക്കണം. പെട്രോൾ അടിച്ചു. പൈസ ഗൂഗിൾ പേ ഇട്ടേക്കാം.
ഈ വണ്ടിയൊന്നും ഞാൻ ഓടിക്കൂല. ഇതവരെ വിളിച്ച് പറഞ്ഞിട്ട് തിരിച്ചെടുത്തോണ്ട് പോകാൻ പറയും. സ്കോർപ്പിയോ അല്ലായിരുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഫോർച്യൂണറായിപ്പോയല്ലോ. ബെന്നിയുടെ വണ്ടി എടുത്തോണ്ടോ കേട്ടോ. ഈ വണ്ടി എന്നിട്ട് നമ്മളെ ബെന്നിയുടെ വണ്ടി വരെ എടുത്തോണ്ട്. ഇനി ഈ വണ്ടി ഉപയോഗിക്കാൻ കൊള്ളില്ല. ബോണറ്റ് ഓപ്പൺ ആയിപ്പോയി. പടം ഇനി ഉപയോഗിക്കാൻ കൊള്ളാം. ശേ, ആ ബോണറ്റ് റെഡി. അത് കടച്ചിട്ടേ അമ്മക്ക് ഈ വണ്ടി അവരെ വിളിച്ച് അടുത്താളാൻ പറയും. നമുക്ക് കാറിയിരുന്ന് കോളൊന്നായിരുന്നു എന്ന് പറഞ്ഞാൽ കാറിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കാൻ നേരത്തെ വന്നായിരുന്നു. ZX എടുത്തോണ്ട് പോയി. ZX നമ്മൾ ഓടിച്ച് നോക്കി കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ മോൻ എൻ്റെ അളിയ ഈ വണ്ടിയാണ്. എനിക്ക് എന്തൊരു സ്പീഡ് തൊട്ടാ പറയണ വണ്ടി. ബെന്നി വർഷാപ്പിൻ്റെ അകത്തോട്ട് വണ്ടി കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയറാൻ ശ്രമിക്കില്ല. അതായത് ബെന്നിയുടെ വേറെ സുഖക്കേട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി അടുത്ത വേറെ സിറ്റിയിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഫ്ലൈറ്റിലൊന്നും പോകണ്ട. നമുക്ക് ഇനി വേറെ സിറ്റിയിൽ പോകാൻ നേരത്ത് നമ്മൾ ട്രെയിനിൽ പോകാം. രസം ട്രെയിനിൽ പോകാൻ ചെറിയൊരു പേടി പോയില്ല. ഈ സിറ്റിയിലെ ട്രെയിനിൽ വാർത്തകളൊക്കെ കാണാറില്ലേ ഗൈസ്? ട്രെയിനിൽ കയറി തീയൊഴിച്ചു. എടാ കള്ള ബെന്നി, നീ എന്തരടാ കാണിച്ചു വെച്ചേക്കണ? വണ്ടി ഇതുവരെ ശരിയാക്കിയില്ലേ? ഇതോലും ഫുഡ് കഴിക്കണോ നിനക്ക് കൊണ്ടുകൊണ്ടുവിടണോ? കണ്ടു കാണാൻ ഞാൻ എന്തരി നിൻ്റെ വീട്ടിൻ്റെ അകത്താന്നിരിക്കണോ? ഞാൻ ഫുഡ് കുടിച്ചിട്ട് ഉറപ്പ് പറയുന്നത് ഇതിനടുത്ത് 1500 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ഇറങ്ങി. ബെന്നി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ചെയ്യാടാ, നീ ജസ്റ്റ് അങ്ങോട്ട് പോകാനാണ് ഗൈസ്. അല്ലാടെ പോടാ ഇറങ്ങിയെന്നൊന്നും പറഞ്ഞില്ല ഗൈസ് ബെന്നി. അത് ഒന്ന് ബൈനോക്കുലർ വെച്ച് നോക്കിയാലോ? ഞാൻ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ ബൈക്കാണ്. ഷോറൂമിൽ ഒത്തിരി കൂടെ അങ്ങോട്ട് പോകാനില്ലേ? പോയിക്കൂടെ നമുക്ക് നൈസിന് ഒരു ഐഡിയ. ലെഫ്റ്റ് ഐഡിയ. ഈ വണ്ടി വേണമെങ്കിൽ നമുക്ക് സെല്ലിങ്ങിലിടാം. വേറെ എടുക്കാമല്ലോ. ZX എടുക്കാമല്ലോ. F-Zed കുട്ടനെ പറഞ്ഞിപ്പോൾ ഗേസ് F-Zed വരുന്നുള്ളൂ ഗേസ്. നമ്മൾ ZX കുട്ടനെ നമുക്ക് വേറെ ഇതെടുക്കാം. അണ്ണാ ഒരു ലിഫ്റ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ലിഫ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ എണ്ണം നല്ല സ്പീഡില്ലാതെയാണ് പോണത് കേട്ടോ. ഇനി ഇറക്കിയൊരു സ്പീഡിൽ പോക്കൂടെ? ഇതിനെന്തൊരു ആക്സിലേറ്ററിൽ ചവിട്ടുന്നില്ല. അണ്ണാ നിർത്തണ്ണ താമ്പോക്കോടാ. എനിക്കെന്ന് പോയതെൻ്റെ കൂടെ ഗൈസ്. നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയത് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പറപ്പിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് എയർപോർട്ട്. നമ്മളെ എയർപോർട്ടിലോട്ടാണ് പോകണം. നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് റൗണ്ട് അടിച്ചിട്ട് വരാം. ബൈക്ക് എടുത്ത് റൗണ്ട് അടിക്കുന്നതല്ലേ നമ്മൾ ഫ്ലൈറ്റൊക്കെ എടുത്ത് റൗണ്ട് അടിക്കും. നമ്മളെ സ്വന്തം പ്രൈവറ്റ് ജെറ്റുള്ള ജെറ്റെന്ന് പറയാം, പ്രൈവറ്റ് പ്ലെയിനുള്ള ഫ്ലൈറ്റൊക്കെ അവിടെ കിടക്കുന്നു. വേണമെങ്കിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ എടുത്ത് ഓടിക്കും ഫ്ലൈറ്റ് കയറാൻ വല്ല ഓപ്ഷനാവുന്ന ഒന്നും വന്നിട്ടില്ല. അപ്ഡേറ്റിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് കയറാനുള്ള ഓപ്ഷൻ നോക്കിയിട്ടില്ല. ഇന്ന് നല്ല പറപ്പിച്ച് തന്നെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി നല്ല സ്പീഡാവട്ടെ. മേരെ സപ്പനോ കെ ഹാനി കഫ് ആയി കിത്ത് ചലയാ. സേഫ് ലാൻഡ് ചെയ്ത് നോക്കാം. ഞാൻ പ്ലെയിൻ പഠിക്കാൻ പോണു. പ്ലെയിൻ സേഫ് ലാൻഡ് ചെയ്യാൻ പോണു ഗൈസ്. നമ്മൾ എൻ്റെ മോനെ പ്ലെയിനാണിത്, വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ സേഫ് ലാൻഡ് ചെയ്തു ഗൈസ്. പ്ലെയിൻ അങ്ങനെ യെസ് വേറെ ടയർ ഒന്നുകൂടെ ബ്രേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ല ഇത് ക്രാഷ് ലാൻഡ് ആവുമല്ലോ പടച്ചോന്. വേറെ ഐഡിയ.
ബ്രേക്ക് പിടിച്ചിറക്കിക്കളെ. ഒന്ന് തറയെ തൊട്ടു. ടയറൊന്ന് തറയെ തൊട്ട് കിട്ടും. എന്തൊരു പാടാണ് വണ്ടി. നോക്കിയേ, ആ സിറ്റിയുടെ മണ്ടേ കൂടെ പറന്നാലോ? വേണോ വേണ്ട ഇനിയിപ്പോൾ. നമ്മളെ ഫുൾ സിറ്റി നമ്മൾ കാണാൻ പോയാണ്. പ്ലെയിൻ വെച്ച് നമ്മളെ റെയിൽവേ പാളം ഏതുവരെ എത്തും നോക്കാം കേസ്. നോക്ക് ഇപ്പം ക്രാഷ് ലാൻഡ് നോക്കൂ. ശരിയോ ചാടി ഇറങ്ങിക്കോ. ഇപ്പം ഇരിക്കും. എടാ പൊട്ട. ആഹാ അന്തസ്. ഹോസ്പിറ്റലിൽ വെച്ച് കാണാം കേസ്. ഇപ്പോൾ പോയില്ലേ.